ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിസ്മയ ശ്യാമയുടെ കയ്യിലേക്ക് ആ പൂച്ചെണ്ട് കൊണ്ട് കൊടുക്കുന്നതാണ്. അവാർഡ് വാങ്ങേണ്ട കൈയല്ലായിരുന്നു, ഈ പൂച്ചെണ്ടെങ്കിലും കയ്യിലിരിക്കട്ടെ എന്ന് വിസ്മയ പറയുമ്പോൾ ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ശ്യാമയും അഖിലും. അത്രയും പറഞ്ഞുകൊണ്ട് ബലമായി ശ്യാമയുടെ കയ്യിലേക്ക് ആ പൂച്ചെണ്ട് നൽകുകയാണ് വിസ്മയ. തുടർന്ന് അഖില് പറയുകയാണ്, അപ്പോൾ വിസ്മയ്ക്ക് തന്നെ അറിയാം അവാർഡ് വാങ്ങേണ്ടത് ശ്യാമയുടെ കൈ കൊണ്ടാണെന്ന്. അർഹതയില്ലാത്ത പലതും കിട്ടുമ്പോൾ ഇങ്ങനെ അഹങ്കരിക്കുന്നതേ അല്പത്തരമാണ്. ഈ വിസ്മയുടെ മിടുക്കാണ് എൻ്റെ മമ്മിയുടെ ബുദ്ധി, ഇവൾക്ക് ഇല്ലാതെ പോയ ഒന്ന്. ഞങ്ങളുടെ ബുദ്ധി വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ ഞങ്ങൾ ഉപയോഗിച്ചു, അതുകൊണ്ടാ ഇപ്പോൾ ഈ അവാർഡ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിന് പറയുന്നതേ ബുദ്ധിയെന്നല്ല കുബുദ്ധിയെന്നാണെന്ന് അഖില് പറയുമ്പോൾ വിസ്മയ പറയുകയാണ്, എന്തെങ്കിലും ഇരിക്കട്ടെ, ഇനിയും ഇങ്ങനെ പല നേട്ടങ്ങളും ഞാൻ നേടിയെടുക്കും, അതിൽ ഒരു സംശയവും വേണ്ട. വെറുതെ കഴിവുണ്ടെന്ന് പറഞ്ഞു നടന്നാൽ മാത്രം പോരാ, അത് ഉപയോഗിക്കാനുള്ള കോമൺ സെൻസും കൂടി വേണം. അതെന്താണെങ്കിലും ഇവൾക്കില്ലല്ലോ. ചതിയും വഞ്ചനയും ഒന്നും വലിയ മിടുക്കായിട്ടെ അമ്മയും മോളും കാണണ്ട. ശ്യാമ പ്രാർത്ഥിക്കുന്ന ഭഗവാന് അത്രയും ശക്തിയുണ്ടെങ്കിലേ ആ അവാർഡ് എന്താണെങ്കിലും ശ്യാമയുടെ കയ്യിലെത്തിയിരിക്കും. ഇത് കേൾക്കുന്ന വിസ്മയ പറയുകയാണ്, എൻ്റെ പേരിലുള്ള അവാർഡ് ഇവളുടെ കയ്യിൽ കിട്ടുമെന്നോ, എന്ത് നല്ല നടക്കാത്ത സ്വപ്നമാ. ചിലപ്പോ അങ്ങനെയും സംഭവിക്കാമെന്ന് അഖില് പറയുമ്പോൾ വിസ്മയ പറയുകയാണ്, എന്നാലേ ഭാര്യയും ഭർത്താവും കൂടി അത് സ്വപ്നം കണ്ടിരുന്നു. ഇപ്പൊ ഞാൻ പോവുകയാണ്, അവാർഡ് കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്ക് വരാം, അപ്പൊ നമുക്ക് കാര്യമായി തന്നെ സംസാരിക്കാം. അത്രയും പറഞ്ഞ് ഇറങ്ങാനൊരുങ്ങിയിട്ട് വിസ്മയ പറയുകയാണ്, അയ്യോ ഞാനൊരു കാര്യം കൂടി മറന്നു, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ അവാർഡ് വാങ്ങിക്കുന്നത് ശ്യാമയ്ക്ക് കാണണ്ടേ. ഞാനൊരു ഇൻവിറ്റേഷൻ ലെറ്റർ അയക്കാം, പറ്റുമെങ്കിൽ വിളിക്കുകയും ചെയ്യാം. ഉറപ്പായിട്ടും നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് പരിഹാസത്തോടെ വിസ്മയ അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് ശ്യാമയും അഖിലും. തുടർന്ന് അഖില് പറയുകയാണ്, ഇത് അവൾ നിന്നെ പരിഹസിക്കാൻ വേണ്ടി തന്നതാ. അത്രയും പറഞ്ഞുകൊണ്ട് ആ പൂച്ചണ്ട് വലിച്ചു ദൂരേക്ക് എറിയുകയാണ് അഖില്. താൻ പ്രാർത്ഥിക്കുന്ന തൻ്റെ ദൈവങ്ങൾക്ക് ശക്തിയുണ്ടെങ്കിലേ ആ അവാർഡ് എന്താണെങ്കിലും തൻ്റെ കയ്യിൽ തന്നെ വന്നിരിക്കും. താൻ ചെല്ല്, തൻ്റെ കണ്ണനോട് തന്മാനം മുരുകി പ്രാർത്ഥിക്ക്, തൻ്റെ കണ്ണൻ എന്താണെങ്കിലും ശ്യാമയോടൊപ്പം ഉണ്ടാകുമെന്ന് അഖില് പറയുമ്പോൾ തൻ്റെ കണ്ണൻ്റെ അടുത്തേക്ക് പോവുകയാണ് ശ്യാമ. തുടർന്ന് കണ്ണൻ്റെ നേരെ കൈ നീട്ടിക്കൊണ്ട് ശ്യാമ ചോദിക്കുകയാണ്, കണ്ണ നീ എന്നെ അനുഗ്രഹിക്കില്ലേ. അത്രയും പറഞ്ഞുകൊണ്ട് ശ്യാമ കണ്ണൻ്റെ മുന്നിൽ നിന്ന് കണ്ണടച്ച് കരയുമ്പോൾ ശ്യാമയുടെ കയ്യിലേക്ക് ഒരു തുളസി കതിർ വീഴുകയാണ്. ഈ കാഴ്ച കണ്ട് അത്ഭുതത്തോടെ തൻ്റെ കണ്ണനെ നോക്കി ശ്യാമ പറയുകയാണ്, എൻ്റെ കണ്ണ നീ എന്നെ അനുഗ്രഹിച്ചതാണോ. അത്രയും പറഞ്ഞുകൊണ്ട് നിറ കണ്ണുകളോടെ കണ്ണനെ നോക്കുകയാണ് ശ്യാമ. പിന്നീട് കാണിക്കുന്നത് ശ്യാമയും അപ്പുവും കൂടി ചെടികളെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അശ്വതിയും ശ്രീകുട്ടിയും കൂടി വരികയാണ്. ശ്യാമേ, എനിക്ക് ബാങ്ക് വരെ ഒന്ന് പോകണമായിരുന്നു, വേറെയും കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട്, മോളെ കുറച്ചു നേരം ഇവിടെ നിർത്തട്ടെ എന്ന് അശ്വതി ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, അതിനെന്താ ചേച്ചി, മോൾ ഇവിടെ നിന്നോട്ടെ, ചേച്ചി പതിയെ പോയിട്ട് വന്നാൽ മതി. അങ്ങനെ അശ്വതി പോയതിനു ശേഷം അപ്പുവും ശ്രീകുട്ടിയും കൂടി കളിക്കുകയാണ്. അങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ശ്രീകുട്ടി താഴെ വീഴുന്നു. അങ്ങനെ ശ്രീകുട്ടി കരയുന്ന ശബ്ദം കേട്ടുകൊണ്ട് ശ്യാമ അങ്ങോട്ടേക്ക് ഓടി ചെല്ലുകയാണ്. എന്താ മോളെ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ താഴെ വീണെന്ന് പറഞ്ഞ് മോള് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് താഴെ കിടക്കുന്ന ശ്രീകുട്ടിയുടെ കമ്മല് അപ്പു ശ്രദ്ധിക്കുന്നത്. ശ്യാമച്ചി, ഇത് ശ്രീകുട്ടിയുടെ കമ്മലല്ലേ എന്ന് പറഞ്ഞ് അപ്പു ഏൽപ്പിക്കുമ്പോൾ ആ കമ്മല് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മേനെ വഴക്ക് പറയുമെന്ന് പറഞ്ഞ് ശ്രീമോള് കരയാൻ തുടങ്ങുമ്പോൾ ശ്യാമ പറയുകയാണ്, മോള് വിഷമിക്കാതെ, അമ്മയോട് ആൻറ്റി പറഞ്ഞോളാം. ഇല്ല ശ്യാമാൻറ്റി, അമ്മ എന്നെ വഴക്ക് പറയും, എനിക്കെൻ്റെ കമ്മല് ഇപ്പോൾ തന്നെ ശരിയാക്കണമെന്ന് ശ്രീകുട്ടി പറയുമ്പോൾ ശരിയെന്നാ നമുക്ക് കടയിൽ പോയി ശരിയാക്കാമെന്ന് ശ്യാമ പറയുന്നു. അങ്ങനെ മോളെയും കൂട്ടിക്കൊണ്ട് ശ്യാം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ അവർ പോകുന്ന വഴി അരുണിനെ കാണുന്നു. ശ്രീകുട്ടിയെ കാണുമ്പോൾ അരുണിന് സന്തോഷമാവുകയാണ്. അല്ല ശ്യാമേ, മോളെയും കൂട്ടി എങ്ങോട്ടേക്ക് പോകുന്നെന്ന് അരുൺ ചോദിക്കുമ്പോൾ അത് അരുണേട്ടാ, മോളുടെ കമ്മലൊന്ന് ഒടിഞ്ഞു, മോളൊന്ന് താഴെ വീണായിരുന്നു, അപ്പം കമ്മല് ശരിയാക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയായിരുന്നെന്ന് ശ്യാമ പറയുമ്പോൾ അരുൺ പറയുകയാണ്, എങ്കിൽ ശ്യാമയും മോളും എൻ്റെ കൂടെ വാ, മോൾക്ക് നമുക്ക് പുതിയ കമ്മല് വാങ്ങാം, കൂടാതെ കുറച്ച് ഡ്രസ്സും എടുക്കാം. വേണ്ട അരുണേട്ടാ, അതൊന്നും ശരിയാകില്ലെന്ന് ശ്യാമ പറയുമ്പോൾ അരുൺ പറയുകയാണ്, ശ്യാമേ, അതെങ്കിലും ചെയ്യാൻ എന്നെ അനുവദിക്ക്, അല്ലാതെ എനിക്ക് മോൾക്ക് ഒരു രീതിയിലും ഒരു സഹായവും ചെയ്യാൻ സാധിക്കില്ലല്ലോ. വാ ആൻറ്റി, പോകാമെന്ന് ശ്രീകുട്ടിയും പറയുമ്പോൾ ശ്യാമ സമ്മതിക്കുകയാണ്. ഓരോ തവണ മോളെ കാണുമ്പോഴും അരുണേട്ടൻ മോളോട് കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതവസാനം പ്രശ്നമാകുമെന്ന് തോന്നുന്നെന്നും ശ്യാമ മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ടെക്സ്റ്റൈൽസിൽ നിൽക്കുന്ന അരുണിനെയും ശ്യാമയുമാണ്. അങ്ങനെ ശ്രീകുട്ടിക്ക് പുതിയ ഉടുപ്പും ഷൂസും കമ്മലും എല്ലാം തന്നെ അരുൺ മേടിച്ചു കൊടുക്കുന്നു. എങ്കിൽ ഞങ്ങൾ പോകട്ടെ എന്ന് ശ്യാമ പറയുമ്പോൾ അരുൺ പറയുകയാണ്, ശ്യാമേ, മോളെ കണ്ട് കൊതി തീർന്നിട്ടില്ല, കുറച്ചു കഴിഞ്ഞു പോകാം. അത് പിന്നെ അരുണേട്ടാ, അപ്പോൾ അവിടെ ഒറ്റയ്ക്കാ, അതുകൊണ്ടാ പോകാൻ ധൃതിയുണ്ട്. ഇത് കേൾക്കുന്ന അരുൺ പറയുകയാണ്, എങ്കിൽ ശ്യാമേ, നിങ്ങളെ ഞാൻ കൊണ്ടുവിടാം. അത് വേണ്ടേട്ടാ, ഞങ്ങൾ പോയിക്കോളാമെന്നും ശ്യാമ പറയുന്നുണ്ടെങ്കിലും അതിന് അരുൺ സമ്മതിക്കുന്നില്ല. അതേസമയം അരുണിന് ഒരു കോള് വരികയാണ്. ആദിയായിരുന്നു അരുണിനെ വിളിച്ചത്. എത്രയും പെട്ടെന്ന് ഓഫീസിലെത്തണമെന്നും അഖിലിനെയും ഒപ്പം കൂട്ടിക്കൊള്ളാനും ആദി പറയുന്നു.
അച്ഛന്റെയും അമ്മയുടെയും ഓർഡർ ആണെന്നും പറയുമ്പോൾ ഇതിനെ സംബന്ധിച്ച് ഫോൺ വെക്കുകയാണ് അരുൺ. തുടർന്ന് എനിക്കൊരു ധൃതിയുണ്ടെന്നും നിങ്ങൾ ഒരു ഓട്ടോ പിടിച്ചു പോകാമോ എന്നും അരുൺ ചോദിക്കുമ്പോൾ അങ്കിള് പോവുകയാണോ എന്ന് വിഷമത്തോടെ ശ്രീകുട്ടി ചോദിക്കുന്നു. തുടർന്ന് ശ്രീകുട്ടിയെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് അരുൺ പറയുകയാണ്, അങ്കിളിന് ധൃതി ഉള്ളത് കൊണ്ടല്ലേ. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് അരുൺ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഓഫീസാണ്. ആനന്ദവർമ്മയും വസുന്ധരയും ആദ്യം ടെൻഷനോടെ നിൽക്കുകയാണ്. അതേസമയം അഖിലിനെയും കൂട്ടിക്കൊണ്ട് അരുൺ അങ്ങോട്ടേക്ക് വരുന്നു. പരിഭ്രാന്തിയോടെ നിൽക്കുന്ന ഐശ്വര്യയും അവിടെ തന്നെയുണ്ട്. അഖിലിനെ കാണുമ്പോൾ വർമ്മയ്ക്കും വസുന്ധരയ്ക്കും സന്തോഷമാകുന്നു. മോനെ, കമ്പനി കാര്യങ്ങൾ ചർച്ച ചെയ്യാനാ നിന്നെ വിളിപ്പിച്ചതെന്ന് വർമ്മ പറയുന്നു. വസു, താൻ പറയാൻ വർമ്മ പറയുമ്പോൾ അത് പിന്നെ എനിക്കൊരു ചെറിയ തലവേദനയാണെന്നും ആനന്ദേട്ടൻ തന്നെ പറഞ്ഞാൽ മതിയെന്നും വസുന്ധര പറയുന്നു. തുടർന്ന് വർമ്മ പറയുകയാണ്, ഐശ്വര്യ വൈസ് ചെയർപേഴ്സണായി ചുമതലയേറ്റതിനു ശേഷം പിന്നെയും ബിസിനസ്സും എല്ലാം തന്നെ കുത്തനെ താഴോട്ടാണ്. പിന്നെ ഓഫീസ് സ്റ്റാഫിന്റെ ഇടയിലും ഐശ്വര്യയെ സംബന്ധിച്ച് ചില പരാതികളൊക്കെയുണ്ട്. ചിലരോട് അമിതമായി അടുപ്പം കാണിക്കുന്നു, ചിലരെ തരം താഴ്ത്തി സംസാരിക്കുന്നു. ഇതിനെപ്പറ്റി ഐശ്വര്യക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ തരാനുണ്ടോ എന്ന് വർമ്മ ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അത് എന്റെ പിടിപ്പുകേടുകൊണ്ടൊന്നുമല്ല ബിസിനസ് ഇങ്ങനെ താഴോട്ട് പോകുന്നത്. ടോട്ടലി മാർക്കറ്റ് ഡൗണാ, അതുകൊണ്ടാ എന്ന് ഐശ്വര്യ പറയുമ്പോൾ ഐശ്വര്യയെ പരിഹാസത്തോടെ നോക്കുകയാണ് അഖിൽ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.